കെപിസിസി അധ്യക്ഷൻ സണ്ണി ജോസഫ് ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ. അത് പലർക്കും മറക്കാനാകുമെങ്കിലും തനിക്കൊന്നും മറക്കാൻ കഴിയില്ല എന്നാണ്. അതിനൊരു സംശയമില്ല. കേസുകാരൻ കണ്ണൂരിലെ സ്ട്രോങ്സ്റ്റ് ലീഡറാണ്. ഇല്ല, അത് നമ്മൾ ആലോചിക്കേണ്ട. അദ്ദേഹം വീട്ടിൽ ചെന്നാൽ എപ്പോഴും ആളുണ്ടാവും. അതറിയാം, എനിക്ക് എന്താ അറിയില്ല. അദ്ദേഹത്തിന്റെ വീട്ടിൽ എപ്പോഴും ആളുണ്ടാവും. അദ്ദേഹം ഇന്നലെ ഞാൻ കണ്ടിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞ പാർട്ടി തീരുമാനം അദ്ദേഹത്തെ അറിയിച്ച ആ തീരുമാനമായിട്ട് മുന്നോട്ട് പോകുന്ന പറഞ്ഞ് തീരുമാനം എടുത്തു. അദ്ദേഹത്തിന്റെ വീട്ടിലെപ്പോ ചെന്നാൽ ആളുണ്ടാവും. സമയമുണ്ടല്ലോ. ഇലക്ഷൻ ഇതുവരെ ഡിക്ലെയർ ചെയ്തിട്ടില്ലല്ലോ. ഇത് വലിയ കാര്യമല്ല. ചായക്കൊപ്പിലൊക്കെ ഒരു കൊടുങ്കാറ്റാണോ? നിങ്ങൾ ഡോണ്ട് പുട്ട് വേർഡ്സ് ഇൻ മൈ മൗത്ത്. ഈ പലയിടങ്ങളിലും രാജി തുടങ്ങിയിട്ടുണ്ട്. സ്ഥാനാർത്ഥി നിർണ്ണയം ബന്ധപ്പെട്ട് പത്തനംതിട്ട DCC ജനറൽ സെക്രട്ടറി രാജി വെച്ചിട്ടുണ്ട്. ആരാ? ജീസുകാരനാണോ? KPCC-യിലെത്തിയോ? DCC-യിലെത്തിയോ? ഇലക്ഷൻ അല്ലേ, നമുക്ക് കാണാം. കെപിസിസി അധ്യക്ഷൻ സണ്ണി ജോസഫ് മാധ്യമങ്ങളെ കാണുകയായിരുന്നു. സുധാകരൻ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നമുള്ളതായി അറിയില്ല. സുധാകരന്റെ വീട്ടിൽ എപ്പോഴും ആളുകളുണ്ട്, അതുപോലൊക്കെ തന്നെയാണ് എന്നതാണ് സണ്ണി ജോസഫ് പറയുന്നത്. ഇതേ വാക്കുകൾ തന്നെയായിരുന്നു രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും ഒക്കെ പറഞ്ഞത്. പക്ഷേ അവരുടെ വാക്കുകൾക്കിടയിലാണ് സുധാകരന്റെ വളരെ നിർണായകമായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ കാണുന്നത്. സീറ്റ് വിവാദങ്ങൾക്കിടെ കണ്ണൂരുമായുള്ള ആത്മബന്ധം വിശദീകരിച്ചുകൊണ്ടാണ് ആ പോസ്റ്റ്. കണ്ണൂർ തന്റെ ഹൃദയരക്തമാണെന്നും കണ്ണൂരിലെ കോൺഗ്രസ് എന്നും തന്റെ മേൽവിലാസമാണെന്നും വൈകാരിക കുറിപ്പിൽ K. സുധാകരൻ പറയുന്നു.